മരണശേഷം അവയവദാനത്തിന് സന്നദ്ധനായ മലപ്പുറം മരുതിൽ ക്ഷേത്രം മേൽശാന്തി തിരുവല്ലുവാമല സ്വദേശി വിജയകൃഷ്ണനാണ് നടപടികൾ പൂർത്തിയാക്കിയത്. 2025 സെപ്റ്റംബറിൽ വാഹനാപകടത്തിൽ മരിച്ച ബിൽജിത് ബിജുവിന്റെ അവയവങ്ങൾ ദാനം ചെയ്തതാണ് ജയകൃഷ്ണന് പ്രചോദനമായത്. 5 വർഷമായി വിവിധ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയാണ് വി ജയകൃഷ്ണൻ. എല്ലാ മേഖലകളിലുമുള്ളവർ അവയവദാനവുമായി മുന്നോട്ട് വരണമെന്ന് ജയകൃഷ്ണൻ പറയുന്നു. അവയവദാനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്കകളും സംശയങ്ങളും അകറ്റുകയാണ് തന്റെ ലക്ഷ്യം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലെ നോട്ടോ വഴിയായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയത്. കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടോ പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. ആ സൈറ്റിൽ നമ്മുടെ പേരും ബ്ലഡ് ഗ്രൂപ്പും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ അവയവങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അതിൽ മാർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരികയും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയറായിട്ട് കാര്യമായിട്ട് വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഫീൽഡിൽ എൻ്റെ ഒരു ഫീൽഡിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും ഒരു മികച്ച ഒരു ഒരു സമർപ്പണമായിട്ടാണ് ഇത് കാണുന്നത്. 2025 ഡിസംബറിലാണ് വി ജയകൃഷ്ണൻ നടപടികൾ പൂർത്തിയാക്കിയത്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.